ഹായ് ഫ്രണ്ട്സ്, എന്നിട്ട് നമുക്ക് ചിക്കൻ റെസിപ്പി നോക്കിയാലോ. സിമ്പിളായിട്ട് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ചിക്കൻ മസാല റെസിപ്പിയാണ്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 വലിയ സബോള ചെറുതായി ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഇപ്പോൾ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ഇതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. അത് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് തക്കാളിയും സബോളയും ഒന്ന് നല്ലോണം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഞാൻ 2 വേറെ വേറെ ആയിട്ടാണ് അടിച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ഒന്നായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 4 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു സെക്കൻഡ് അളവ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയോട് കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് അളവ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ആ ചെറുതായിട്ട് ആ എണ്ണയൊന്ന് മേലെ തെളിഞ്ഞ് വരും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ആ സ്റ്റേജ് വരെ 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് അളവ് വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്, 1/2 കപ്പ് അളവ് മാത്രം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൂടി വെച്ച് നല്ലോണം ഈ വെള്ളം വറ്റി വരുന്നവരെ ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ അതുപോലെ നല്ലോണം ഡ്രൈ ആക്കി നല്ലോണം ചിക്കൻ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലത്തൂൾ പാക്കറ്റ് ഇതേപോലെ കിട്ടും. അതിൽ നിന്ന് ഞാനൊരു 2 ടീസ്പൂണിലും കുറച്ചധികമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുറവായിട്ട് കുരുമുളക് പൊടി പൊടിച്ചത്, പെപ്പർ പൊടി, അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 സെക്കൻഡ് അളവ് മാത്രം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ചെറുതായിട്ട് അതിൻ്റെ ആ പൊടീൻ്റെ മണം പോകുന്നതിന് വേണ്ടി മാത്രം നിങ്ങളിത് മൂടി വെച്ചൊന്ന് വേവിക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്ത് നമുക്ക് ഇറക്കാം. സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.